ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഗ്രൂപ്പിൻ്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്ലിൻ സുരേഷ് അവർകൾ, മറ്റ് അഡ്മിന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അല്പസമയത്തേക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 37:4. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം അങ്ങേക്കുള്ളത്. വചനം സംസാരിപ്പാൻ അടിയന്റെ നാവോടുകൂടെ ഇരിക്കണമേ അപ്പ. കേൾക്കുന്ന വചനം എവിടെ വിടുതലാക്കി അങ്ങ് തീർക്കണം. ദൈവമേ, അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ച കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ലോർഡ്. നാം വായിച്ചത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ന്റെ 4-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. അവിടെ ഇപ്രകാരം പറയുന്നു: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഒത്തിരി അഭിലാഷങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങൾ നിറവേറപ്പെടണമെങ്കിൽ, ആ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നിശ്ചയമായി യഹോവയിൽ തന്നെ നാം രസിക്കണം. നമുക്കറിയാം, എൻ്റെ വിഷയം ഇതാണ്: ഒരു ദൈവ പൈതൽ ഏതിലെല്ലാം രസിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പസമയം ദൈവജനമായി ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ലോകത്തില് മനുഷ്യർക്ക് ഒത്തിരി രസിക്കുവാൻ അല്ലെങ്കിൽ ഉല്ലസിക്കുവാൻ ആഹ്ലാദിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർക്ക് ടെൻഷൻ മാറ്റുവാൻ, ഈ ലോക മനുഷ്യർക്ക് അവർക്ക് കോമഡി കാണാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്കറിയാം ഓരോ പ്രോഗ്രാമുകളൊക്കെ ഒത്തിരി ഉണ്ട്. എന്റർടൈൻ ആയ അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒത്തിരി നമുക്കറിയാം പ്രോഗ്രാമുകളും കോമഡി അങ്ങനെ തുടങ്ങി ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മുടെ ടെലിവിഷനിൽ കൂടിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോക മനുഷ്യര് അത് കണ്ട് സന്തോഷിക്കുമ്പോൾ നമുക്കൊരു ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫോൺ വഴി നമുക്ക് ഉല്ലസിക്കുവാൻ കഴിയും. മറ്റു വിധമായ കാര്യാദികളിൽ അല്ലെങ്കിൽ ഒരു ഉല്ലാസ യാത്ര പോകുമ്പോൾ നമുക്ക് ഉല്ലസിക്കുവാൻ, ആഹ്ലാദിക്കുവാനൊക്കെ സാധിക്കും, രസിക്കുവാൻ സാധിക്കും. ഇവിടെ വായിച്ചു സങ്കീർത്തനക്കാരൻ പറയാ, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക എന്ന്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ഏതിലെല്ലാം രസിക്കണം. ഹല്ലേലൂയ. അവിടെ വായിച്ചു ഇപ്രകാരമാണ്: യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം സാധിക്കണമോ, യഹോവയെ തന്നെ രസിക്കണം. ഇവിടെ നമുക്കറിയാം 37-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ് അവിടെ 37-ന്റെ 3 വായിക്കുമ്പോൾ: യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. 2, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. 3 പറയുക, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ യഹോവയിൽ രസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു തരുവാന്നൊക്കെ ഇടയായിത്തീരും. അതുപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 145:19 പറയുന്നുണ്ട്: തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഹല്ലേലൂയ. നിന്റെ ആഗ്രഹം സാധിപ്പിക്കണമോ, നീ യഹോവയെ തന്നെ രസിക്കണം. ഹല്ലേലൂയ. ലോകത്തിൽ രസിക്കുവാൻ, ഉല്ലസിക്കുവാൻ, സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ ഒത്തിരി കാര്യാദികൾ ഉള്ളപ്പോൾ ഒരു ദൈവ പൈതല് സന്തോഷിക്കേണ്ടത്, രസിക്കേണ്ടത് യഹോവയിലായിരിക്കണം. പ്രിയ ദൈവം, യഹോവയിലാണ് നമ്മുടെ രസമെങ്കിൽ, നമ്മുടെ സന്തോഷമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുവാന്നൊക്കെ ഇടയായിത്തരും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ അവിടെ വായിച്ചു: 1, യഹോവയിൽ നാം രസിക്കണം. നമുക്കറിയാം, വീണ്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6:33 ഇപ്രകാരം പറയുന്നുണ്ട്: മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. പ്രിയ ദൈവത്തിലെ ഏതാഗ്രഹമാകട്ടെ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടണമെങ്കിൽ നാം യഹോവയിൽ എന്ത് ചെയ്യണം? രസിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നീ യഹോവയിൽ രസിക്കുന്ന വ്യക്തിയാണോ, നിന്റെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ച് തരും. ഹല്ലേലൂയ. സ്തോത്രം.
എന്തുകൊണ്ട് അതെ നമ്മുടെ ചില വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല? യാക്കോബിന്റെ ലേഖനം 4:3 വായിക്കുമ്പോൾ അവിടെ പ്രകാരം പറയുന്നു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനോ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ. എന്താ എന്റെ ആഗ്രഹം നടക്കാത്തത്? എന്താ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ രസം അതേ യഹോവയെങ്കിലായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം യഹോവയെങ്കിലായിരിക്കണം. അതെ ഒരു ദൈവവേദൽ രസിക്കേണ്ടത് ഹല്ലേലൂയ അതെ മൊബൈലിലോ മറ്റ് പ്രോഗ്രാമുകൾ കണ്ട് സന്തോഷിക്കുവാനല്ല, രസിക്കുവാനല്ല. പിന്നെ ഒരു ദൈവ പൈതൽ രസിക്കേണ്ടത് യഹോവയിൽ തന്നെ ആയിരിക്കണം. ഒന്നാമത് ഒരു ദൈവ പൈതൽ രസിക്കേണ്ടത് യഹോവയിലായിരിക്കണം. രണ്ടാമത് നമുക്ക് ചിന്തിക്കാം, നമുക്ക് വായിക്കാം. സംഗീതന പുസ്തകം തന്നെ 119 അതിന്റെ 16 വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രകാരം പറയുന്നുണ്ട്, യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ എന്ത് ചെയ്യില്ല, മറക്കുകയുമില്ല. ചട്ടങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് എഴുതപ്പെട്ട നിർദ്ദിഷ്ടമായ കൃത്യമായ നിയമം. കൃത്യമായ നിയമം എന്നൊക്കെ ഈ ചട്ടങ്ങൾ എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഹല്ലേലൂയ. അത് ഈ ചട്ടങ്ങൾ എന്ന് ഈ 119 സങ്കീർത്തനത്തിൽ തന്നെ 21 പ്രാവശ്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ വായിച്ച ഇപ്രകാരമാണ്, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ എന്ത് ചെയ്യത്തില്ല, മറക്കുകയുമില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം നമുക്കറിയാം, അതേ സംഗീതത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാം രസിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് അത് രണ്ടാമത് ന്യായപ്രമാണത്തിലായിരിക്കണം. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലാണോ നിന്റെ രസമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ സന്തോഷമെങ്കിൽ നിശ്ചയമായും നീ ഒരു ഭാഗ്യവാനാണ്. ലോകത്തെ നോക്കി, ഹല്ലേലൂയ, ലോക മനുഷ്യരെ നോക്കി നാം പറയാറുണ്ട്, ഒരു വീട് വെച്ചാൽ നാം പറയും അവനൊരു ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അവനൊരു ലോട്ടറി അടിച്ചാൽ നാം പറയും അവനൊരു ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അവന് നല്ലൊരു ജോലി കിട്ടിയാൽ നാം പറയും അവനൊരു ഭാഗ്യവാനാണെന്ന്. എന്നാൽ സംഗീതനക്കാരൻ പറയുകയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ യഹോവയിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന വ്യക്തിയാണോ നീയാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. നാം ഓരോരുത്തരുമാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതേ പ്രിയ ദൈവത്തിലെ അവിടെ നാം ചിന്തിച്ചു, ഒന്ന്, നാം യഹോവയിൽ തന്നെ രസിക്കണം. രണ്ട്, അവിടെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ നാം രസിക്കണം. അതുപോലെ തന്നെ അതേ 15 വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ രസിക്കുന്നവർ, അവയെ ദൈവത്തിന്റെ വചനത്തിൽ രസിക്കുന്നവർ ദൈവത്തിന്റെ വചനത്തെ മറക്കുകയില്ല. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗം നമ്മോട് കൂടെയുണ്ട് കേട്ടോ. അതേ വചനം ഇരമ്യാവിന്റെ പുസ്തകം പറയുന്നു, ഞാൻ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. വേദപുസ്തകത്തില് ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ ആസ്പദമായ വചനങ്ങൾ നമ്മുടെ വേദപുസ്തകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. അത് നാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വചന ക്രിയ ചെയ്യുവാന്നൊക്കെ ഇടയായിത്തീരും. അത് നീ രോഗിയാണോ, ഈ വചനം അവന്റെ അടിപ്പിണിൽ സൗഖ്യം വന്നിരിക്കുന്ന വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റേതെങ്കിലും വിഷയമാണോ, നിശ്ചയമായും സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അതിനും വചനമുണ്ട്. വചനം നാം വായിച്ചു വിടുവാനല്ല, പിന്നെയോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എങ്ങനെ? അത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം. അതേ പ്രിയ ദൈവത്തിലെ അവിടെ നാം ചിന്തിച്ചു വന്നോ, നാം യഹോവയിൽ നാം രസിക്കണം. രണ്ട്, യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ധ്യാനിക്കുന്ന ഹൃദയം ഇവിടെ രസമുള്ളതായി തീരുകയാണ്. രസിക്കുന്ന ഹൃദയമായി തീരുകയാണ്. 15 വാക്യത്തെ വായിച്ചു, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഇവിടെ സന്തോഷിക്കുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന വ്യക്തിയാണോ, നിശ്ചയമായി നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ.
അതേ പ്രിയ ദൈവത്തിൽ നിശ്ചയമായി അതെ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു സ്വർഗം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരുന്ന നമ്മെ താങ്ങുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയ ദൈവത്തിലെ നമ്മുടെ രസം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ആഹ്ലാദം, നമ്മുടെ ഉല്ലാസം ഏതിലാണ്? അതേ ലോക മനുഷ്യർ മറ്റ് കാര്യാദികളിൽ അത് സന്തോഷം കണ്ടെത്തുമ്പോൾ, ഒരു രസം കണ്ടെത്തുമ്പോൾ നാം പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഒരു രസവുമില്ല. ഹല്ലേലൂയ. അതായത് ഇന്നൊരു സന്തോഷമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തെ ഇവിടെ പറയുകയാണ്, ഞാൻ യഹോവയിൽ രസിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ യഹോവയിൽ ആനന്ദിക്കുന്നു, യഹോവയിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം, നമ്മുടെ സന്തോഷം ഏതിലാണ്? യഹോവയിലാണോ നമ്മുടെ സന്തോഷം? അതെ ലോകപരമായ കാര്യാദികളിലാണോ? നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം പ്രിയ ദൈവത്തിലെ. ഒന്ന് നാം ചിന്തിച്ചു യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക. രണ്ട്, നാം ചിന്തിച്ചു യഹോവയുടെ ചട്ടങ്ങളിൽ നാം രസിക്കണം. അതേ സംഗീതക്കാരൻ ഇവിടെ പറഞ്ഞു, സംഗീതത്തിന് 119:14 പറഞ്ഞു, ഞാൻ നിന്റെ ചട്ടങ്ങളെ രസിക്കാം, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. അതേ പ്രിയ ദൈവമേ, യഹോവയുടെ ചട്ടങ്ങളിലാണ് നമ്മുടെ രസമെങ്കിൽ, അതേ യഹോവയുടെ ചട്ടങ്ങളിലാണ് അല്ലെങ്കിൽ എഴുതി വെച്ച നിയമങ്ങളിലാണ് നമ്മുടെ അതേ രസമെങ്കിൽ, നമ്മുടെ സന്തോഷമെങ്കിൽ, നിശ്ചയമായും അതേ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുവാന്നൊക്കെ ഇടയായി തീരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവം അടുത്ത് പറയുന്നു, അതേ വീണ്ടും സംഗീതം 119:17 പ്രകാരം പറയുന്നുണ്ട്, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം അതേ രസിക്കും. ഹല്ലേലൂയ. നിരന്തരം എന്ന് വെച്ചാൽ ദിനം പ്രതി, ദിനം പ്രതി ഞാൻ രസിക്കുമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. പറയാ, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. സംഗീതക്കാരൻ പറയാ, ഞാൻ രക്ഷപ്പെടണമെങ്കിൽ നീ എന്നെ താങ്ങണമെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മെ താങ്ങിയെങ്കിൽ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നമുക്കറിയാം ഒരു കുഞ്ഞിനെ തന്റെ അമ്മ അതേ താങ്ങുന്നത് പോലെ, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആ അമ്മയുടെ പരിപാലനത്തിൽ അല്ലെങ്കിൽ ആ അമ്മയുടെ താങ്ങലിലാണ് ആ കുഞ്ഞ് വളരുന്നത്. ഹല്ലേലൂയ. പരിചരിക്കപ്പെടുന്നത്. ഇതുപോലെ ദൈവം നമ്മെ താങ്ങും. അതേ നമുക്കറിയാം, യെശയ്യാവിന്റെ പുസ്തകം 41:10 പ്രകാരം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, മറ്റുള്ളവർ നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ നിന്നെ നിന്നെ ഒരിക്കലും ഉയർത്തുവാൻ അല്ലെ ഉയരുവാൻ അനുവദിക്കണമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതേ ദൈവം നമ്മെ താങ്ങുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ, നിശ്ചയമായി നമ്മോട് കൂടെയിരുന്ന് നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗം നമ്മോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അത് രഗമന വൈഡമന രഗദുരഗ ശേഖേ ദുരഗമന വൈഡമന. അതേ പ്രിയ ദൈവത്തിലെ, നിശ്ചയമായി നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. അത് നിന്നെ താങ്ങുന്ന ഒരു സ്വർഗം, അത് നിന്നെ താങ്ങുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന. ഒന്ന്, നാം ചിന്തിച്ചു നാം യഹോവയിൽ രസിക്കണം. രണ്ട്, നാം അത് ചിന്തിച്ചു അത് യഹോവയുടെ ചട്ടങ്ങളിൽ നാം രസിക്കണം. ഹല്ലേലൂയ. അത് മൂന്ന്, നമുക്ക് ചിന്തിക്കാം യഹോവയുടെ ന്യായ പ്രമാണത്തിൽ നാം രസിക്കണം. ഹല്ലേലൂയ. അതേ സംഗീത പുസ്തകം 119:70 പറയുന്നുണ്ട്, അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. ആരുടെ ഹൃദയമാണ് അല്ലെങ്കിൽ ആരുടെ ഹൃദയമാണ് കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നുവെന്ന് അതേ അതിന്റെ മുന്നോട്ടുള്ള ഭാഗം അതേ 69-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. 69-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തോട് പറയുന്നു, അഹങ്കാരികളെ കുറിച്ചാ പറയുന്നത്, അവരുടെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു, ഞാനോ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. അതേ പ്രിയ ദൈവത്തിലെ, നമ്മുടെ ഹൃദയം അത് നിശ്ചയമായും അതേ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണങ്ങളെ അനുസരിക്കുമെങ്കിൽ, അതേ നാം യഹോവയിൽ രസിക്കുമെങ്കിൽ, അതേ യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കുമെങ്കിൽ, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ നാം രസിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു തരുവാന്നൊക്കെ ഇടയായി തീരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിൽ നിശ്ചയമായി. അതുപോലെ തന്നെ അതേ റോമർക്ക് ലേഖനം 7:22 അപ്പോസ്തലനായ പൗലോസ് പറയുക, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നുവെന്ന്. ഹല്ലേലൂയ.
അതേ പ്രിയ ദൈവത്തിലെ നാം രസിക്കേണ്ടത് യഹോവയിൽ അതേ ആയിരിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായി നമ്മുടെ രസം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദം, നമ്മുടെ ഉല്ലാസം യഹോവയിൽ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അതെ നാം യഹോവയിൽ അത് രസിച്ചാൽ യഹോവ നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. അല്ലെങ്കിൽ അവിടെ അങ്ങനെയാ വായിച്ചത്. അവിടെ വായിച്ചു, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ യഹോവയിലാണോ നിന്റെ രസമെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. നിന്റെ തലമുറയെ കുറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ നിന്റെ തലമുറയെ കുറിച്ച് വ്യാകുലങ്ങളെ മാറ്റി, നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള വ്യാകുലങ്ങളെ മാറ്റി, അതേ നിന്റെ അതേ ഉപജീവന മാർഗങ്ങളെ കുറിച്ചുള്ള അതേ നിശ്ചയമായും അതേ വ്യാകുലതകളെ മാറ്റി നിന്നെ വഴി നടത്തുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. നിന്നെ വഴി നടത്തുന്ന, നിന്നെ താങ്ങുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡമന അതേ രഗമന വൈഡമന. അതേ പ്രിയ ദൈവം, ഒന്ന് യഹോവയിൽ അതേ രസിക്കണം. രണ്ട്, യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ യഹോവയുടെ ചട്ടങ്ങളിലാണ് നമ്മുടെ രസമെങ്കിൽ നിശ്ചയമായും നാം പരാജയപ്പെട്ടു പോകത്തില്ല. നിശ്ചയമായും അതേ യിരെമ്യാവിന്റെ പുസ്തകം 15:16 പറയുന്നുണ്ട്, യഹോവ അതേ നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്ന്. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും എത്ര ഭക്ഷിച്ചാലും എത്ര വായിച്ചാലും അതേ മതി വരാത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ ഈ സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. അതേ നമുക്കറിയാം, മറ്റു പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് അതേ സ്വതന്ത്രം നമുക്കറിയാം, അതേ ആ മറ്റു ബുക്കുകൾ വായിച്ച് അതേ മടുത്തു പോകുമ്പോൾ മടുക്കാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ, എത്ര വായിച്ചാലും കൊതി തീരാത്തൊരു പുസ്തകമുണ്ടെങ്കിൽ അത് നിശ്ചയമായി സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും അതേ ഈ വചനം നമ്മെ വഴി നടത്തുന്നതാണ്. അതേ അവസാന ന്യായവിധി ദിനത്തിൽ നമ്മെ ന്യായം വിധിക്കുന്നതും ദൈവവചനമാണ്. റിഗമന വൈഡമന. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരും പറയത്തില്ല കേട്ടോ, അത് ഞാൻ ഇതുവരെ വചനം കേട്ടിട്ടില്ല എന്ന് ഒരു വ്യക്തി പോലും അതേ പറയത്തില്ല. കാരണം അതേ നമുക്കറിയാം, ഈ കാലഘട്ടത്തില് അതേ വചനം പലവിധമായ രീതിയില് ഇപ്പോൾ അതേ അതേ പല രീതിയില് അതേ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ മൊബൈൽ വഴി, അതേ ടെലിവിഷൻ വഴി, അതേ പരസ്യയോഗങ്ങൾ, അതേ മറ്റു വിധമായ അതേ പ്രാർത്ഥനകൾ എല്ലാം കൊണ്ട് ഹല്ലേലൂയ വചനം ദേശത്തും രാജ്യത്തും വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതെ ഈ വചനം നമ്മെ വഴി നടത്തുന്നതാണ്. നമുക്കറിയാം, വചനം അതേ നിന്റെ കാലില് അതേ ദീപവും പാതയ്ക്ക് അതേ അവിടെ വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ പുസ്തകം തന്നെയാണ്. അതേ സ്തോത്രം പ്രിയ ദൈവത്തിലെ നിശ്ചയമായി അതേ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ പാതയ്ക്ക് പ്രകാശമായി ദീപമായി. ഹല്ലേലൂയ. അതേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ വചനം നമ്മെ വഴി നടത്തുകയാണ്. ഹല്ലേലൂയ. അതേ പാതയ്ക്ക് പ്രകാശമാണ്, ദീപമാണ്. അതേ പ്രിയ ദൈവത്തിലെ ഒരു ദൈവ പൈതൽ രസിക്കേണ്ടത്, ആനന്ദിക്കേണ്ടത് യഹോവയിൽ ആയിരിക്കണം. ഹല്ലേലൂയ. നാം ചിന്തിച്ചു, സംഗീത പുസ്തകം 32:4, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിന്റെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങളെ അതേ നിന്റെ ഹൃദയത്തിലെ അതേ ആഗ്രഹങ്ങളെ നിനക്ക് തരുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. പിന്നീട് നാം ചിന്തിച്ചു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 നാം വായിച്ചു, തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അത് നിന്റെ ആഗ്രഹങ്ങളെ അതേ സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ അതേ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കണമെങ്കിൽ നാം ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണം? രസിക്കണം. ഹല്ലേലൂയ. അതേ ദൈവത്തിന്റെ അതേ യഹോവയിൽ നാം രസിക്കണം. 1. 2, യഹോവയുടെ ചട്ടങ്ങളിൽ നാം രസിക്കണം. അതേ പ്രിയ ദൈവത്തിലെ യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കുന്ന വ്യക്തിയാണോ, ഒരിക്കലും അതേ നീ താണുപോകത്തില്ല, നീ ഉയരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. 3, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ നീ രസിക്കണം. യഹോവയുടെ ന്യായ പ്രമാണത്തിലാണ് നിന്റെ അതേ രസമെങ്കിൽ, നിന്റെ സന്തോഷമെങ്കിൽ നീ ഒരു ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. നാം ചിന്തിച്ചു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1 നാം ചിന്തിച്ചു, യഹോവയുടെ ന്യായപ്രമാണത്തെ യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതേ പ്രിയ ദൈവത്തിലെ അത് ധ്യാനിക്കുക മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമായി തീരുവാനൊക്കെ ഇടവരണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമ്മുടെ രസം, നമ്മുടെ ആനന്ദം യഹോവയിലായിരിക്കട്ടെ. ഹല്ലേലൂയ.
അതേ നമ്മുടെ സന്തോഷം യഹോവയിലായിരിക്കട്ടെ. അതേ പ്രിയ ദൈവത്തിനെ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, ദൈവമേ എന്റെ രസം യഹോവയിലാണ്. അതേ പ്രിയ ദൈവത്തിനെ നിശ്ചയമായും ദാവീദ് പറയുകയാണ്. അതേ അവിടെ വായിച്ചു, അതെ അവിടെ വായിച്ച പ്രകാരമാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരണമെങ്കിൽ യഹോവയെ തന്നെ രസിക്കണം. ഹല്ലേലൂയ. ഈ ലോക മനുഷ്യർ ഒത്തിരി കാര്യാദികളിൽ രസിക്കുമ്പോൾ, അതേ മൊബൈൽ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ വഴി അതേ മറ്റ് മാധ്യമങ്ങൾ വഴി രസിക്കുമ്പോൾ നമ്മുടെ രസം, നമ്മുടെ ആനന്ദം, നമ്മുടെ സന്തോഷം അതേ യഹോവയിലായിരിക്കട്ടെ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും ആ ഭാഗത്തേക്ക് നിന്ന് കടന്നു വരാം. ദൈവം ആ ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോകുക. അതേ യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ അതേ അവിടെ വായിച്ചു വരുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഹല്ലേലൂയ. അവിടെ നോക്കിയേ പറയുന്നത്, അവിടെ വായിച്ച ഇപ്രകാരമാണ്, അതേ നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായെന്ന്. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ഒന്ന് നാം ആനന്ദിക്കേണ്ടത്, നാം രസിക്കേണ്ടത് യഹോവയിൽ തന്നെയായിരിക്കണം. ഹല്ലേലൂയ. 2 നാം രസിക്കേണ്ടത് യഹോവയുടെ ചട്ടങ്ങളിലായിരിക്കണം. 3 നാം രസിക്കേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും നാം അങ്ങനെ രസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതേ നമ്മെ അതേ ഉയർത്തുന്ന, നമ്മെ മാനിക്കുന്ന ഒരു സ്വർഗം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ മാനിക്കുക തന്നെ ചെയ്യും, നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നാം ചിന്തിച്ചു, 1 നാം യഹോവയിൽ എന്ത് ചെയ്യണം? രസിക്കണം. 2 യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കണം. അവിടെ നാം വായിച്ചു, യഹോവയുടെ ചട്ടങ്ങളിൽ രസിച്ചാൽ എന്താ സംഭവിക്കുക നാം വായിച്ചു. ഹല്ലേലൂയ. അവിടെ വായിച്ചു, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ഹല്ലേലൂയ. അടുത്ത നാം ചിന്തിച്ചു, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ അതേ യഹോവയുടെ ചട്ടങ്ങളിൽ രസിക്കുന്നവർ യഹോവയുടെ വചനങ്ങളെ മറക്കുകയില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ മെമ്മറിയില്, നമ്മുടെ ഓർമ്മയില് വചനം കിടക്കും. ഹല്ലേലൂയ. അത് എത്ര രാത്രിയാണെങ്കിലും ഇന്ന വചനം എവിടെ കിടക്കും ചോദിച്ചാൽ നാം പറയത്തക്ക വിധത്തില് വചനവുമായി നമുക്കൊരു ഇന്റിമസി ഉണ്ടായിരിക്കണം. ആരാ വചനം? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ആരായിരുന്നു? ദൈവമായിരുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ വചനം സംസാരിക്കുമ്പോൾ അതേ ഈ വചനം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മോട് ഇടപെടും, വചനം നമ്മോട് സംസാരിക്കുവാൻ റെഡിയായിത്തീരും. അതേ പ്രിയ ദൈവത്തിലെ നിശ്ചയമായും 1 നാം സന്തോഷിക്കേണ്ടത് യഹോവയിൽ ആയിരിക്കണം, നാം രസിക്കേണ്ടത് യഹോവയിലായിരിക്കണം. 2 നാം രസിക്കേണ്ടത് യഹോവയുടെ ചട്ടങ്ങളിലായിരിക്കണം. 3 നാം രസിക്കേണ്ടത് യഹോവയുടെ ന്യായ പ്രമാണത്തിലായിരിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. അതേ പ്രകാരം പ്രാർത്ഥിക്കാൻ, ദൈവമേ ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു. യഹോവേ ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു. അടുത്ത പറയാം, ദൈവമേ യഹോവേ ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കുന്നു. 3 അവിടെ വായിച്ചു, യഹോവേ ഞാൻ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. അതേ പ്രിയ ദൈവത്തിലെ അവിടെ നാം ഒരു ഭാഗത്ത് ചിന്തിച്ചു, നിരന്തരം രസിക്കുമെന്ന്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവിടെ വായിച്ച ആ ഭാഗം ഇപ്രകാരമാണ്, സംഗീത പുസ്തകം 119-117. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമേ അവിടെ വായിച്ചു, എന്താണ്? ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നാം രക്ഷപ്പെടണമെങ്കിൽ അതേ ദൈവം നമ്മെ താങ്ങിയിരിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ അവിടെ വായിച്ചു, നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും. ഹല്ലേലൂയ. യഹോവയുടെ ചട്ടങ്ങളിൽ അതേ ദിനം പ്രതി നിരന്തരം നാം എന്ത് ചെയ്യണം? രസിക്കണം. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിലെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം നിവർത്തിക്കും. നാളുകളെ തന്നെ ഏത് ആഗ്രഹമാകട്ടെ അതേ നിവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി നിവർത്തിച്ചു തരുന്ന അതേ ഒരു ദൈവം അതേ നമ്മോട് കൂടെയുണ്ട്. അതേ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കൂടെയുണ്ട്. നിന്റെ ആഗ്രഹത്തെ നാളുകളിൽ സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. റിഗമന വൈഡവന
അതരഗമന വൈരമന അറകാധുരമന വൈരമനെ അതരഗമന വൈരമന കുഞ്ഞെ, നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു സ്വർഗം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആഗ്രഹങ്ങളെ അതേ നിവർത്തിച്ചു തരുന്ന അല്ലെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ സാധിക്കണമെങ്കിൽ ഒന്ന് നാം യഹോവയിൽ എന്ത് ചെയ്യണം? രസിക്കണം. ഹല്ലേലൂയ. 2, യഹോവയുടെ ചട്ടങ്ങളിൽ നാം രസിക്കണം. 3, യഹോവയുടെ ന്യായ പ്രമാണത്തിൽ നാം രസിക്കണം. അതേ പ്രിയ ദൈവത്തിന്റെ നാളുകളില് നമുക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാമോ? ദൈവമേ, നാളുകളില് ലോകപരമായ ഒരു കാര്യം രസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, അങ്ങിൽ ഞാൻ രസിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെ രസിക്കുന്നു. അങ്ങനെ രസിക്കുവാൻ ദൈവമേ, അങ്ങനെ ആനന്ദിക്കുവാൻ, അങ്ങനെ സന്തോഷിക്കുവാൻ എന്നെ ഇടവരുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പ്രിയ ദൈവ വചനങ്ങളാൽ ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവേ, ദൈവം ഈ വചനം കത്തായത്തോളം അങ്ങയുടെ സന്നിധിയിൽ വചനവുമായി നിൽക്കുവാൻ അടിയനെ ഇടയാക്കിനായി സ്തോത്രപ്പ. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, ഹല്ലേലൂയ. നാളുകളിൽ കർത്താവെ കേട്ട വചനം പോലെ ഞങ്ങൾ കർത്താവെ യഹോവയെ തന്നെ രസിച്ചു കൊള്ളുവാൻ തൊക്കെ ഇടയാക്കണമേ. കർത്താവെ, അങ്ങയുടെ ചട്ടങ്ങളെ രസിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, അങ്ങയുടെ ന്യായ പ്രമാണത്തെ രസിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ വേദനകൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, ലോകപരമായ കാര്യാദികൾ ഇടപെടാതെ രസിക്കാതെ അങ്ങയെ തന്നെ രസിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നാളുകളെ നിവർത്തിച്ചു തരുമാറാകണമേ. കർത്താവെ, കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവമേ, അവിടെ കർത്താവെ ശുശ്രൂഷ മേഖലകൾ, അവിടെ ഉപജീവന മാർഗങ്ങൾ കർത്താവെ എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അവിടെ ജീവിത പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടട്ടപ്പ. ദൈവമേ, ഹല്ലേലൂയ. അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന ദൈവമേ, ഈ ഗ്രൂപ്പിന്റെ ചീഫ് അഡ്മിനായി പ്രവർത്തിക്കുന്ന കർത്താവെ, അങ്ങയുടെ ദാസി ദൈവമേ, ഹല്ലേലൂയ. കർത്താവെ, റോസ്ലി സുരേഷ് അവരുകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷകളെ ഞങ്ങൾ മാനിക്കണമേ അപ്പ. ദൈവമേ, ഇത്രത്തോളം അനുഗ്രഹിച്ചക്രമയ്ക്കായി സ്തോത്രം. ദൈവമേ, അങ്ങ് തന്നെ കൂടെ ഇരുന്ന് മാനിച്ചക്രമയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ കേണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ വചന ശുശ്രൂഷ ക്ഷണിച്ചതായ പ്രിയ റോസ്ലി സുരേഷ് അവർകൾ, മറ്റ് അഡ്മിന്മാർ, എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി എന്റെ നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യ ദിവസം വരിക്കുന്നു. ദൈവം നമ്മെ ഒരു അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ.